അപ്പൊ നമ്മുടെ ഗോൾസിന് നമ്മൾ തന്നെ എന്ത് വേണം, അതിന്റെ മോട്ടിവേഷനും കൂടെ സെറ്റ് ചെയ്യണം. അതാണ് അതിന്റെ കറക്റ്റ്. അപ്പൊ ആ രീതി പഠിപ്പിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംസാരത്തിൽ സൂചിപ്പിച്ച മോട്ടിവേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അത് എല്ലാ ഗോൾസിലും നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. എന്തിനാണ് ഞാൻ ആ ഗോൾ തിരഞ്ഞെടുക്കുന്നത് എന്നും അതിലെ പ്രധാന നേട്ടങ്ങൾ എന്താണ് എന്നും അത് ഹൈലൈറ്റ് ചെയ്ത് അതെങ്ങനെ കൊണ്ട് നടക്കുന്നതിന് ഒരു രീതിയുണ്ട്. അത് ഗോൾ സെറ്റിംഗ് മാത്രം ഒരു വർക്ക്ഷോപ്പായിട്ട് നടത്തണം. പക്ഷെ അത് നമ്മുടെ സ്ഥാപനം ഹാദിയ നെക്സ്റ്റ് വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടാകും, ഡ്രീം സെറ്റിംഗ് വർക്ക്ഷോപ്പുകൾ ഉണ്ടാകും. അതുപോലെ ഓരോ വിഷയങ്ങളും, അതായത് ഫാമിലി ഇഷ്യൂസുകൾ കൈകാര്യം ചെയ്യാൻ പ്രാക്ടിക്കലായിട്ട് അവരെ പഠിപ്പിക്കുക. അങ്ങനെ തുടങ്ങി കറക്റ്റ് ഒരു വർഷം പൂർത്തിയാക്കി അവരെ ഇറങ്ങുമ്പോഴേക്ക് അവർ ലൈഫ് കോച്ചിങ് അല്ലെങ്കിൽ ലൈഫ് സൊല്യൂഷൻസ് പ്രാക്ടിക്കലി അവർ ഇൻഷാല്ല പഠിക്കും. ആ രീതിയിലാണ് അതിന്റെ ഡിസൈൻ. ഈ ബ്യൂട്ടി സ്കിന്നില് ഓ ചുണ്ടില് കളറ് ഇങ്ങനെ കൊടുക്കണം. അതിപ്പോ ഇക്കാലത്ത് ഇപ്പൊ കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂല. എല്ലാവരും ഉപയോഗിക്കുമ്പോ ചിലർ മാത്രം മാറി നിൽക്കുമ്പോ പിന്നെ ഒരു അവഗണന ബോധമാണ് ഇന്ന് കുട്ടികൾക്കുള്ളത്. അപ്പൊ ഈ കളറ് കൊടുത്ത് വിചാരിച്ചിട്ട് അത് ഇറക്കാണ്ടിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലോ? ഇറക്കുമ്പോഴല്ല ബുദ്ധിമുട്ടാവുക ഉള്ളിലേക്ക്. നല്ലൊരു ചോദ്യമാണ്. എനിക്ക് അതിന് പറയാനുള്ള മറുപടി, നമ്മുടെ പെൺകുട്ടികൾക്ക് ചുണ്ടിൽ ഇത് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ സപ്പോർട്ട് ചെയ്യാൻ അറിയാവുന്ന ടീച്ചേഴ്സോ അവരെ സപ്പോർട്ട് ചെയ്യാൻ അറിയാവുന്ന പാരൻസോ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ പെൺകുട്ടികളൊക്കെ നല്ല തൻ്റെടമുള്ളവരും നല്ല ബുദ്ധിയുള്ളവരുമാണ്. അവർക്ക് അങ്ങനെ ആവശ്യമൊന്നുമില്ല. അതൊരു തരം രോഗമാണ്. എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഈ ചുണ്ടിൽ തേക്കുന്നത് 17ഉം 18ഉം 19ഉം വയസ്സായ ഒരു പെൺകുട്ടിയുടെ ചുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിയുള്ള ഒരു ഓർഗനാണ്, ഒരു അവയവമാണ്. ആ അവയവത്തില് ഒരിക്കലും എന്തിന്റെ ആവശ്യമില്ല, ചായം തേക്കേണ്ട ആവശ്യം അവർക്കില്ല. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു പാരന്റോ അവരെ സപ്പോർട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു ടീച്ചറോ ഇല്ലാത്തതുകൊണ്ട് അവർ നിർബന്ധിതരാണ് തേക്കാൻ. അവരറിയാതെ അവർ ബ്രെയിൻ വാഷ്ഡ് ആകുകയാണ്. ഈ സ്കിന്നിൽ ഈ തേക്കുന്നത് ഒന്ന് ഫിസിക്കലി ഡേഞ്ചർ ആണ്, രണ്ട് അത് മെന്റലി ഒരു ഡിസീസാണ്, ഒരു മെന്റൽ ഡിസോർഡർ ആണ്. അതവർക്ക് അറിയില്ല. അവരെ മെന്റലി സ്ട്രെങ്ത് ആക്കി കൊടുക്കാൻ അറിയാവുന്ന ഒരു നല്ല സൈക്കോളജിസ്റ്റിന്റെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ ആ എനിക്ക് പറയാനുള്ള ആൻസർ ഇതാണ്: നമ്മുടെ മക്കളെ സപ്പോർട്ട് ചെയ്യാൻ അറിയാവുന്ന നല്ല ടീച്ചേഴ്സിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവർ നല്ല അടിപൊളിയായി, നല്ല ആത്മവിശ്വാസത്തോടെ, നല്ല കോൺഫിഡൻസോട് കൂടെ അവർ ലൈഫ് ലീഡ് ചെയ്യും. അവർക്ക് എന്തിന്റെ ആവശ്യമില്ല? ഇത്തരം ബ്യൂട്ടി പ്രൊഡക്റ്റുകളുടെ ആവശ്യം ഇല്ല. ഉം. ഞാൻ പറഞ്ഞ ആൻസറും അറിയാറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ടൈപ്പ് ചെയ്യാം. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ടൈപ്പ് ചെയ്യാൻ. പക്ഷെ അതാ ഞാൻ ആൻസർ ചെയ്യും. സ്കിൻ കെയർ ടീനേജ് ഗേൾസ് ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ കുറച്ച് വിശദമായി പറയേണ്ട ഒരു ഭാഗമാണ്. അതിന്റെ ടൈം മതിയാകാത്തത് കൊണ്ടാണ് ഇവിടെ നമ്മൾ അതിൽ ഉദ്ദേശിച്ചത് തന്നെ ഈ ഒരു മെസ്സേജ് നൽകുക, ഈ ഒരു അവയർനെസ് നൽകുക എന്നാണ്. ഈ ഒരു അവയർനെസ് നൽകുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതിന്റെ ഇൻ ഡീറ്റെയിൽ എന്ന് പറയുന്നത് അതിന്റെ ഫുഡിങ് ഉണ്ട്. ആ ഫുഡ് രീതി, ഏതൊക്കെ ഫുഡ് ഏതൊക്കെ ടൈമിങ്ങിൽ എത്ര ഡ്യൂറേഷൻ, അത് ഇൻ ഡീറ്റെയിൽ ഇൻഷാല്ല ഞാൻ ഫിസിക്കൽ സെഷനിൽ നാളെ അത് ഷെയർ ചെയ്യും. അതിൽ ആൻസർ ചെയ്യാൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെഷനിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സെഷൻ നടക്കുക ഇൻഷാല്ല.
അപ്പോ ഇപ്പൊ എനിക്ക് സൂചിപ്പിക്കാനുള്ള ജസ്റ്റ് അവയർനെസ് ആണ്. എന്താണ്, നമുക്ക് കഴിയും മെഡിസിൻ ഇല്ലാതെ, അതുപോലെ മറ്റ് പ്രൊഡക്റ്റുകൾ, ബ്യൂട്ടി പ്രൊഡക്റ്റുകളുടെ പേരിൽ ശരീരത്തെ അപകടപ്പെടുത്തുന്ന പ്രൊഡക്റ്റുകൾ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കാറ്റഗറിയിലൂടെ തന്നെ സ്കിൻ കെയർ ചെയ്യാം. അത് ലോകോത്തര ഡോക്ടർമാരുടെ പ്രിപ്പറേഷൻ, അവരുടെ തയ്യാറെടുപ്പുകൾ, അല്ലെങ്കിൽ അവരുടെ സെറ്റിങ്സ്, അതിലൂടെ തന്നെ ഇൻഷാല്ല ഞാനത് നാളെ നമ്മൾ ഫിസിക്കൽ സെഷനിൽ ഞാനത് നിങ്ങളെ ധരിപ്പിച്ചത്, കൃത്യമായിട്ട് ധരിപ്പിച്ചത്. ഇപ്പോഴുള്ള ഈ ടൈമിങ്ങിൽ എനിക്ക് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു റേഷ്യോ, ആ ഒരു അളവിലാണ് പറയാൻ കഴിയാന്നുള്ളത് കൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. അവിടെ ഒറ്റ നോട്ടത്തിൽ ഞാൻ പറയാം, ഫുഡില് ലീഫ് വരണം, ഫുഡില് വെള്ളം നന്നായിട്ട് കുടിക്കണം, പിന്നെ ഫുഡിൽ ഫ്രൂട്ട്സ് വരണം, ഫുഡില് ധാന്യങ്ങൾ വരണം എന്നൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ പറയാം. പക്ഷെ അതിനൊരു ക്രമീകരണം പറയാനും അതിന് കുറച്ച് സ്റ്റൈപ്പ് ഉണ്ട്. അതാണ് ഞാൻ നാളെ പറയാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാള് ചോദ്യം കുറച്ച് എങ്ങനെ ചോദിക്കണം, നിങ്ങൾ ഇപ്പോൾ ബ്ലഡ് ഇഷ്യൂ കാരണം പ്രയാസം, ഇപ്പൊ അനുഭവിക്കുന്ന പ്രയാസം കറക്റ്റ് ഒക്കെ ഓൺ വോയിസ് ഒക്കെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. നാളെ ആകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് അതൊരു സൗകര്യമായിരിക്കും ആ ചോദ്യം എന്ന് കരുതിയിട്ടാണ് ആ ഭാഗം അങ്ങനെ പറയുന്നത്. ബ്ലഡ് ഇഷ്യൂ കാരണമുള്ളവർക്കും സൊല്യൂഷൻ ഉണ്ട്. ബ്ലഡ് ക്ലീൻ ആകാൻ, ബ്ലഡിൽ ക്ലെൻസിങ് നടക്കാൻ ആവശ്യമായ ഫുഡിങ് മെത്തേഡ് ഫോളോ ചെയ്താൽ മതി, നല്ല മാറ്റം ഉണ്ടാകും. അത് ഡിപ്പെൻഡഡ് ഓൺ പേഴ്സൺ ആണ്. ശരിക്കും കറക്റ്റ് പറയുകയാണെങ്കിൽ ഡിപ്പെൻഡഡ് ഓൺ പേഴ്സൺ ആണ്. അതായത് ഓരോ വ്യക്തിക്കും അതിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. ത്വയ്യിബ ചോദ്യം ഉദ്ദേശിക്കുന്നുണ്ട്, ചോദിച്ചോളൂ. വെൽക്കം. അപ്പൊ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടമായിട്ടുണ്ടാകും, തൃപ്തിയായിട്ടുണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ സെഷൻ എൻഡ് ചെയ്യുന്നത്. കുറച്ച് തിരക്ക് പിടിച്ച സമയമാണെങ്കിലും പിന്നെ നമ്മുടെ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ മുന്നോട്ട് പോക്കിൽ ഒരു നമ്മുടെയും ഒരു ഇടപെടൽ, അത് ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഓക്കെ, ഡിപ്രഷൻ കാരണം ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, തീർച്ചയായിട്ടും ഡിപ്രഷൻ ഉണ്ടായാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അത് പല രീതിയിൽ ഹെൽത്തിനെ ബാധിക്കാം. ഇൻഷാല്ല ഇനി നാളത്തെ സെഷൻ കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. നാളെ പങ്കെടുക്കുന്നവർക്ക് കൂടിയാണ് സർട്ടിഫിക്കറ്റ്. പങ്കെടുത്ത ആൾക്കാരെ നമ്മള് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ സാർ. അപ്പോൾ ഒന്നും കൂടി എല്ലാവരും ഒന്ന് അറിയിക്കണം. കാരണം ഇപ്പൊ ഒരു 50ന്റെ അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും 25-26 ആളുകളൊക്കെ വന്നിട്ടുള്ളൂ. ഇവിടുത്തെ നമ്മള് ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. അതിൽ ക്ലാസ്സിൽ അപ്പോ പങ്കെടുക്കാൻ പറയാം. കാരണം നമ്മളിത് ആ അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കാനും പഠനത്തിൽ ഇങ്ങനെയും മേഖലകൾ ഉണ്ടെന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാനും പഠനത്തിന്റെ ആ മെത്തേഡിലും ഒരു ലോകോത്തര നിലവാരമുള്ള ആസ്വദിച്ചും ജോ നല്ല എൻജോയിങ്ങിലൂടെയും പഠിക്കാനും ജീവിക്കാനൊക്കെ അവസരം ഉണ്ട് എന്നുള്ളത് പ്രാക്ടിക്കലി അവരെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഈ സെഷൻ ശരിക്കും നല്ല കോസ്റ്റുള്ള സെഷനാണ്. അതായത് നമ്മളിത് പഠിച്ചെടുക്കുന്നതും നമ്മള് ഇതിന്റെ ആൾക്കാർ ഇതിന് വാങ്ങുന്ന തുകയൊക്കെ ഹൈ കോസ്റ്റ് ആണ്. ഹൈ കോസ്റ്റ് ഉള്ളത് ഫ്രീ ആയിട്ട് ഇവിടെ നൽകുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ അടുത്ത ഭാവിയെ അറിയിക്കാൻ ഒക്കെ ഉപയോഗപ്പെടുത്താനും കൂടി തന്നെയാണ് നമ്മൾ ഈ സെഷൻ ലീഡ് ചെയ്തത്. നല്ല ഫീസൊക്കെ ഉള്ള സെഷനാണ്. ഇൻഷാ അള്ളാ അത് ഫ്രീ ആയിട്ട് ചെയ്തതാണ്. നാളത്തെ സമയം ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കൂ സാർ. ജസാക്കല്ലാഹു ഖൈറൻ ഫിദ് ദുനിയ വൽ ആഖിറ. ആമീൻ. വളരെ സന്തോഷം. നാളത്തെ സെഷന് നിങ്ങളെ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്ത് അറിയിക്കും. എല്ലാവരും കറക്റ്റ് ടൈം പാലിക്കണം ഇൻഷാ അള്ളാ. എന്നാലാണ്
വിഷയങ്ങൾ മനസ്സിലാകുക. കാരണം തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ പറയുന്ന ഭാഗങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി രണ്ടും വരാൻ എല്ലാവരും വരണം ഇൻഷാ അള്ളാ. നേരത്തെ പറഞ്ഞതുപോലെ ഫേമസ് ബേക്കറിക്ക് എതിർവശം പള്ളി ചുമരിനോട് ചാരിയിട്ടാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. താഴെ ഇലക്ട്രോണിക്സ് അതുപോലെ മരുന്ന് ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് താഴെ ഉള്ളത്. അതിന്റെ മേലെയാണ് വ്യാപാര ഭവൻ ഹാൾ. AC ഒക്കെ ഉള്ള അപ്പൊ ആളല്ലേ സർ? AC ഒക്കെ ഉള്ള ഹാള് തന്നെയാണ് ഇൻഷാ അള്ളാ. അപ്പൊ ഇന്ന് നമ്മൾ ഗ്രൂപ്പിൽ വിവരം പറഞ്ഞവർക്ക് മാത്രമാണ് നാളെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പൊ നാളെ ആരൊക്കെ വരിക എന്നുള്ളത് നേരത്തെ വിവരം അറിയണം. അപ്പൊ ഗ്രൂപ്പിൽ അറിയണം. ഗ്രൂപ്പിലൊന്ന് അറിയിച്ചാൽ മതി നാളത്തെ സെഷനിൽ ഗ്രൂപ്പിൽ എടുക്കുന്നവരൊക്കെ. ഉസ്താദ് വന്ന് ടൈപ്പ് ചെയ്ത് വിട്ടേട്ടോ. ചെയ്യാം ഇൻഷാ അള്ളാ. നാളത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏത് സംശയങ്ങൾക്കും മറുപടി നിങ്ങളുടെ ഇവിടെ ഉസ്താദ് പറഞ്ഞതും പറയാത്തതുമായ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഏത് തന്നെ ആയാലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതിനുള്ള സൊല്യൂഷൻ ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് ഇൻഷാ അള്ളാ. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും മറ്റുള്ള എല്ലാവരോടും വിവരം പറഞ്ഞ് എത്തിക്കണമെന്ന്, നിങ്ങളുടെ രക്ഷിതാക്കളെയും കൂടി ഈ ക്ലാസ്സിൽ എത്തിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഇൻഷാല്ലാ. ഇൻഷാ അള്ളാ. സെഷനിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരികൾക്കും വളരെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാ സന്തോഷവും അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടുകാരികൾക്കെല്ലാം നല്ല സന്തോഷമുള്ള, ഖൈറുള്ള, അഭിവൃദ്ധിയുള്ള ജീവിതം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആരോഗ്യവും എല്ലാ ഖൈറാത്തുകളും എല്ലാ നന്മകളും അള്ളാഹു ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ തുറന്നു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഈ ഒത്തുചേർന്നത്, ഈ ചെലവഴിച്ച സമയം, ഈ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ അവർക്കെല്ലാവർക്കും എല്ലാ സന്തോഷവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ്. അവർക്ക് എല്ലാ ഖൈറാത്തുകളും എല്ലാതരം നന്മകളും നീ ധാരാളമായി തുറന്നു തരണേ റഹ്മാനെ. പഠനങ്ങളും ജീവിതത്തിലെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. സന്തോഷത്തിലാക്കുക, ആരോഗ്യത്തിലും അഭിവൃദ്ധിയിലും ആക്കണേ. പഠിച്ചോനെ, നല്ലവരുടെ കൂട്ടത്തിൽ ജീവിച്ച് നല്ലവരായി മരിച്ച് നാളെ നല്ലവരുടെ കൂട്ടത്തിലാകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സൗഭാഗ്യം നൽകണം റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം.